നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ പിന്തുണ വിവാദത്തിൽ വാക്പോര് തുടരുന്നു. യുഡിഎഫും ജമാഅത്തെ ഇസ്ലാമിയും ഐക്യകക്ഷിയായി എന്നതിന്റെ പ്രഖ്യാപനമാണ് വി.ഡി. സതീശൻ നടത്തിയതെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പിന്തുണ നൽകുമ്പോൾ വിശുദ്ധരും അല്ലാത്തപ്പോൾ അശുദ്ധരും എന്നതാണ് സിപിഎം നിലപാടെന്ന് കെ.പി.സി.സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. PDPയെ തോളിലെടുത്തു വെച്ചാണ് സിപിഎമ്മിന്റെ വിമർശനമെന്ന് ചെന്നിത്തല പറഞ്ഞു. വെൽഫെയർ പാർട്ടി പിന്തുണ മുൻനിർത്തി യുഡിഎഫിനെതിരെ ആക്രമണം തുടരാനാണ് സിപിഎം തീരുമാനം. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദന്റെയും സ്ഥാനാർത്ഥി എം സ്വരാജിന്റെയും വാക്കുകൾ ഇതിന് തെളിവ്. യുഡിഎഫും ജമാഅത്തെ ഇസ്ലാമിയും കക്ഷികളായിട്ട് മാറി എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള യുഡിഎഫിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായും ഒരു പടി കൂടി കടന്ന് യുഡിഎഫിന്റെ രാഷ്ട്രീയ നേതൃത്വമായും ജമാഅത്തെ ഇസ്ലാമിയും അവരോടൊപ്പം നിൽക്കുന്നവരും മാറുന്നു. അവരാണ് നയങ്ങൾ തീരുമാനിക്കുന്നതെന്ന വിമർശനം വളരെ ശക്തമാണ്. ജമാഅത്ത് വിവാദം ചർച്ചയാക്കുന്നതിലൂടെ മറ്റൊരു വിഭാഗം വോട്ടുകൾ ലഭിക്കുമെന്നാണ് സിപിഎം കണക്കുകൂട്ടൽ. നേരത്തെ ജമാഅത്ത് ഇസ്ലാമി പിന്തുണ സിപിഎം സ്വീകരിച്ചത് ഓർമ്മിപ്പിച്ചും PDPയുടെ LDF പിന്തുണ ആയുധമാക്കിയുമാണ് യുഡിഎഫ് പ്രതിരോധം. അവരുടെ അവസരവാദമാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ്. അവർക്ക് ആരെയും കൂട്ടാം, അവർ തൊട്ടാൽ എല്ലാവരും ശുദ്ധമായി, അവരുടെ കൂടെ കൂടാത്തവരെല്ലാം അശുദ്ധി ഉള്ളവരായിട്ട് CPM കൽപ്പിക്കുന്നു. ഒരു ഭാഗത്ത് PDPയെ തോളത്ത് കയറ്റി വെച്ചുകൊണ്ട് ഞങ്ങളോട് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ വോട്ട് വാങ്ങിക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നത് എന്തർത്ഥമാണ്? വെൽഫെയർ പിന്തുണ മറ്റു വോട്ടുകൾ നഷ്ടപ്പെടാൻ ഇടയാക്കില്ലെന്നും UDF നേതാക്കൾ പറയുന്നു. പിന്തുണ വിവാദ ചർച്ചകൾ ആർക്ക് ഗുണകരമായി മാറുമെന്നാണ് ഇനി അറിയേണ്ടത്. അൻഡു ചീക്കോട്ടിനൊപ്പം മുഹമ്മദ് അസ്ലം, മീഡിയ 1 നിലമ്പൂർ.